കൊല്ലത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ആദ്യം പ്രഖ്യാപിച്ച 12 മണ്ഡലങ്ങളിൽ കൊല്ലമുണ്ടായിരുന്നില്ല. മണ്ഡലത്തിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് സ്ഥാനാർത്ഥികൾ പ്രചാരണം തുടരുകയാണ്. കൊല്ലത്ത് നേരത്തെ പറഞ്ഞുറപ്പിച്ച പേരുകളിൽ ഒന്ന് ശോഭാ സുരേന്ദ്രൻ്റെതായിരുന്നു. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് വന്നതോടെ കൊല്ലത്ത് ആരായിരിക്കുമെന്ന കാര്യത്തിൽ വീണ്ടും ചർച്ച ഉയർന്നു. കുമ്മനം രാജശേഖരന്റെ പേര് ആദ്യം മുതലേ പരിഗണനയിലുണ്ടെങ്കിലും മത്സരിക്കാനില്ലെന്ന് കുമ്മനം അറിയിച്ചിരുന്നു. പക്ഷേ നേതൃത്വം ആവശ്യപ്പെട്ടാൽ മത്സരിക്കേണ്ടി വരും. എല്ലാ മണ്ഡലങ്ങളിലും ശക്തരെയാണ് ഇപ്പോൾ ബി.ജെ.പി. നിയോഗിച്ചത്. കൊല്ലത്ത് N.K. പ്രേമചന്ദ്രനെതിരെ ബി.ജെ.പി. ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്നാണ് ഇടതുപക്ഷം ആരോപിക്കുന്നത്. പ്രേമചന്ദ്രന് ബി.ജെ.പി. ചായ്വുണ്ടെന്നും ഇവർ പറയുന്നു. പ്രധാനമന്ത്രിയുടെ സ്നേഹവിരുന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പൊക്കിപ്പറഞ്ഞതുമെല്ലാം ഇടതുപക്ഷം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. ശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നാൽ ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ലഭിക്കുന്ന വോട്ട് പ്രേമചന്ദ്രന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടാകുമെന്നാണ് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നത്. ഇന്നലെ മുതൽ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി N.K. പ്രേമചന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനൊരു അർത്ഥവുമില്ല. അത്തരമൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വിശ്വാസമാണുള്ളത്. തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഇന്ന് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി നിർണയമുണ്ടായാൽ കൊല്ലവും തിരഞ്ഞെടുപ്പ് തിരക്കിലേക്ക് കടക്കും. നിലവിൽ സിറ്റിംഗ് MP N.K. പ്രേമചന്ദ്രനും സിറ്റിംഗ് MLA M. മുകേഷും പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.